അംബേദ്കർ ഐഡിയൽ മിഷൻ സൊസൈറ്റി ബൈ എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്ന സംഘടന കേരളത്തിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ഒരു നിവേദനമല്ല ഡിമാൻഡുകൾ തയ്യാറാക്കുക. അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമർപ്പിക്കാനുമുള്ള ഒരു ചടങ്ങായിട്ടാണ് ഇതിനെ സംഘടിപ്പിച്ചത്. ഞാൻ ഒറ്റ നോട്ടത്തിലൊന്ന് നിങ്ങളുടെ ഡിമാൻഡുകൾ ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പല സന്ദർഭങ്ങളിലും ആവിഷ്കരിക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഈ വിഭാഗത്തിനുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും ഒരു അവലോകനം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു പോരായ്മ. എല്ലാ ഫീൽഡിലും നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ ഡിമാൻഡുകളുണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ മുഴുവൻ നടപ്പാക്കാൻ കഴിഞ്ഞു. രണ്ടാമത്, ഇന്നും മാറ്റങ്ങൾക്ക് മടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചതും ശാന്തിക്കാരനെ വെച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ. ഇപ്പൊ കേരളത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റു സ്റ്റേറ്റുകളുടെ കാര്യം പറയുന്നത്. കേരളം നമ്മളെല്ലാം കൂടെ അഭിമാനിക്കുകയാണ്, എല്ലാ രംഗത്തും മുൻപന്തിയിലാണ് എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ കേരളത്തിൽ പോലും അതിൽ നിന്ന് മുക്തമല്ല എന്നുള്ള അതിനൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് കണക്കാക്കിക്കൂടാ. എങ്കിലും അതങ്ങനെ വരാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പുരാണങ്ങളിൽ പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുക്കളും ആര് സ്വായത്തമാക്കുന്നു, അദ്ദേഹത്തിൽ ബ്രാഹ്മണ്യമുണ്ടെന്നാണ്. അതായത് അങ്ങനെ പഠിച്ചൊരു വ്യക്തി ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹത്തിന് പൂജ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതൊക്കെ എന്താണ് പുരാണത്തിലൊക്കെ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നടപ്പാക്കിയൊരു പിന്നീട് വല്ലതും അവരുടെ ഇഷ്ടങ്ങൾ ചേർത്തു. അപ്പോൾ ബ്രാഹ്മണ്യം ലഭിക്കും, പൂജ നടത്താം. പക്ഷെ പിന്നീട് ചിലർ പറഞ്ഞു ബ്രാഹ്മണരെ പൂജ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ബ്രാഹ്മണനായി ജനിക്കുകയും എല്ലാ ദോഷങ്ങളും ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ബ്രാഹ്മണ്യം ഇല്ല, പൂജ ചെയ്യാൻ അവകാശമില്ല. ഇതൊക്കെ വ്യക്തമാണ്. പക്ഷെ അതിനോടൊപ്പം ഉൾക്കൊള്ളാൻ ഇപ്പോഴും നമ്മുടെ സമൂഹം തയ്യാറായില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1968 എൻ്റെ ഓർമ്മ. പ്രാക്കുളം വാസി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ വേദങ്ങളും ഉപനിഷത്തുകളും പഠിപ്പിക്കാൻ അങ്ങനെ പഠിച്ച് പാസ്സായി വന്നവരെ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി നിയമിക്കുകയും ചെയ്യും. പല പൂജാരിമാർക്കും ക്ഷേത്രത്തിൽ കയറാൻ കഴിഞ്ഞില്ല. 68 1971 അന്ന് സി അച്യുതമേനോന്റെ ഗവൺമെന്റിൽ കോൺഗ്രസ് ആ മന്ത്രിസഭയിൽ ചേരുകയും ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആ മന്ത്രിസഭയിൽ അംഗങ്ങളാവുകയും ചെയ്തു. അപ്പോൾ വകുപ്പ് വിഭജനം നടത്തിയപ്പോൾ ദേവസ്വം വകുപ്പിന്റെ ചുമതല അന്ന് ഈ വകുപ്പിന്റെ പേര് SC/ST എന്നല്ല, അന്ന് ഹരിജനക്ഷേമം എന്നാണ് വകുപ്പിന്റെ പേര്. പിന്നീടാണ് അത് SC/ST ആയിട്ട് മാറ്റിയത്. ശ്രീ വെള്ള ഈശ്വരന് ഈ വകുപ്പ് അധികം നൽകി. അപ്പൊ അന്ന് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. എല്ലാ മാസം 1-ാം തീയതി ഗുരുവായൂർ പോകുന്ന ലീഡർ എന്താണ് വെള്ള ഈശ്വരനെയോ അദ്ദേഹം തന്നെ വകുപ്പ് കൈകാര്യം ചെയ്യാം. അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ വകുപ്പ് അതായത് 4-ാം കേരള നിയമസഭ വേണം. 57 1-ാം നിയമസഭ കേരള നിയമസഭ, 60 2-ാം നിയമസഭ, 65 ഇലക്ഷൻ നടന്നെങ്കിൽ ഗവൺമെന്റ് ഉണ്ടായില്ല. അതുകൊണ്ട് 67 3-ാം നിയമസഭ, 70 4-ാം നിയമസഭ. അദ്ദേഹം പറഞ്ഞു ഈ കഴിഞ്ഞ 3 നിയമസഭയുടെ കാലഘട്ടങ്ങളിലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശ്രീ ഈശ്വരൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്യണം. അന്ന് പലയിടത്തും മുറിവുറുപ്പുണ്ടായി. പല സന്ദർഭങ്ങളിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ദേവസ്വം മന്ത്രിയെ ക്ഷണിക്കാത്ത അവസ്ഥ പോലും ഉണ്ടായി. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശ്രീ കെ കരുണാകരൻ തന്നെ അവർക്കെതിരെ ശക്തമായിട്ടുള്ള
നിലപാട് സ്വീകരിക്കേണ്ടായി. എന്തിനധികം പറയുന്നു, അങ്ങനെ അന്ന് മന്ത്രിയായിരുന്ന വെള്ള ഈശ്വരന് മലമ്പുഴ ഗസ്റ്റ് ഹൗസിൽ അർഹതപ്പെട്ട റൂം കൊടുക്കാത്തതിന്റെ പേരിൽ കെ കരുണാകരൻ തന്നെ ഇടപെട്ട് ആ മാനേജരെ സസ്പെൻഡ് ചെയ്യുകയും ആ റൂമിൽ താമസിച്ച അന്നത്തെ ഒരു ജഡ്ജി പിന്നീട് കെ കരുണാകരനെ ദ്രോഹിച്ചതൊക്കെ ഞാൻ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു മന്ത്രിയോട് പോലുമുള്ള അവഗണന അന്ന് അങ്ങനെ. പിന്നീട് 1982 കെ കരുണാകരൻ മൂന്നാമത് മുഖ്യമന്ത്രിയായപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി, പല ഉത്തരവുകളും നൽകുന്നത് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഉഴപ്പി വിടുക. അതുകൊണ്ടാണ് 82 അദ്ദേഹം ഈ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തു. അതുകൊണ്ടുണ്ടായ മെച്ചം, അന്ന് പിന്നെ ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരായ കെ ബാലകൃഷ്ണനും അതുപോലെ PK വേലായുധൊക്കെ ട്രാൻസ്പോർട്ട് തുടങ്ങിയ വകുപ്പുകൾ അന്ന്, സാമൂഹ്യ വികസനം തുടങ്ങിയ വകുപ്പുകൾ അന്ന് നൽകുകയുണ്ടായി. അപ്പൊ അതായത് ഈ SC/ST മാത്രമല്ല മറ്റു വകുപ്പുകളിലും അവരെ കൂടുതൽ ചുമതല ഏൽപ്പിച്ച് അദ്ദേഹമായി. അങ്ങനെയാണ് ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക്. ഇപ്പൊ ലോൺ എടുത്ത് ആനേനെ കൊടുക്കാനുള്ള, അത് വേറെ രീതിയിലാണ് ഗജകേസരി യോഗത്തിൽ വന്നത്. ഈ ആനേനെ വാടകയ്ക്ക് എടുത്ത, ആനേനെ ഈ ലോൺ എടുത്ത് ആനേനെ വാങ്ങിയവരുടെ ആനകളെ അമ്പലങ്ങളിൽ കയറ്റാത്ത അവസ്ഥയുണ്ടായി. അതുകൊണ്ടായിട്ടുണ്ടാവും. അത് ഈ അടുത്ത കാലത്തായിട്ട് ജയശങ്കർ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം. കാരണം ആരുടെ കാലത്ത് ആനയെ വാങ്ങാൻ ലോൺ കൊടുത്തു, ആനയെ വാങ്ങിയവർക്ക് ആനേനെ അമ്പലത്തിലെ ഉത്സവത്തിന് പോലും കയറ്റാത്ത അവസ്ഥയുണ്ടായി. നമ്മളോട് പറയുന്നത്, ഈ അടുത്ത കാലത്തെ കൂടൽമാണിക്യത്തിലെ സംഭവം വരെ നോക്കുമ്പോൾ കേരളത്തിൽ പോലും പൊതുസമൂഹത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോടുള്ള ഒരു അവഗണനയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു വിഷയം കൂടെ നിങ്ങൾ കാണണം. ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മഹാനായിട്ട് അയ്യങ്കാളിയോട് ഗാന്ധിജി ചോദിച്ചത്, അങ്ങേക്ക് എന്താണ് ഈ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ആഗ്രഹമല്ല, എൻ്റെ സമുദായത്തിൽ നിന്നൊരു 10 BA-ക്കാരുണ്ടാവണം. 100 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായിട്ടുള്ള അയ്യങ്കാളി മഹാത്മാഗാന്ധിയോട് പറഞ്ഞൊരു വാചകമായി. ഇന്ന് 10 ഒരുപാട് BA-ക്കാരുണ്ടായി, IAS-കാരുണ്ടായി, IPS-കാരുണ്ടായി, ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരെ ദളിതർ എത്തിച്ചേർന്നു. പക്ഷെ അപ്പോഴും ഒരു കേരളത്തിലേക്ക് ഒരു മുഖ്യമന്ത്രിയോ ഇന്ത്യയിലേക്ക് ഒരു പ്രധാനമന്ത്രിയോ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായില്ല. ഏതാണ്ട് അടുത്തെത്തിയതാണ് ജഗ്ജി വന്നത്. പക്ഷെ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് അദ്ദേഹത്തിന് അവകാശം നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നെ അങ്ങനെ ഉന്നത സ്ഥാനങ്ങളിലെത്തിയ പലരും, ഞാൻ ആരെയും വില കുറച്ച് കാണിക്കുക, അങ്ങനെ സമുദായത്തിന്റെ പേരിൽ ഉന്നത സ്ഥാനങ്ങളിലെത്തിയവർ ആ സ്ഥാനങ്ങളിലെത്തുമ്പോൾ വിവാഹം പോലും സ്വന്തം സമുദായത്തിന് കഴിക്കാൻ മടിച്ച കുറെ ആൾക്കാരും. അതിലിപ്പോ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ സമുദായത്തിന്റെ കെയർ ഓഫിലാണല്ലോ ഈ വളർന്നത്. അല്ലാണ്ട് സ്വന്തം പ്രയത്നം ഉണ്ടാവും, സ്വന്തം പ്രയത്നം പ്ലസ് സമുദായത്തിന്റെ ആനുകൂല്യം. നല്ല പഠിക്കാൻ മിടുക്കാനാണ് എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പഠിക്കാനുള്ള കാശില്ല, എപ്പോഴെന്ത് ചെയ്യും? ഒരു ദളിത് വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് അതിന്റെ സഹായം കിട്ടും. അത് ജയിച്ച് പിന്നെ സ്ഥാനത്തെത്തും. എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ നല്ല മറ്റ് സമുദായങ്ങളിൽ നിന്ന് കുറച്ച് ആൾക്കാരെ നോക്കുക എന്നൊക്കെ പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. അതും ഈ സത്യം പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ വളർച്ചയിൽ പരിധി വരെ ബാധിച്ചു. പിന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രയാസം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇപ്പോ അധികം കുട്ടികളും പുറത്തേക്ക് പോവാം. പല കാരണങ്ങളുണ്ട്. VC-മാരും ഗവൺമെന്റുമായിട്ടുള്ള വഴക്കൊക്കെ കാരണമുള്ള സംഘർഷങ്ങൾ. ഒരുപാട് കുട്ടികൾ പോകുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞോ കൂടിയെന്നുള്ളതല്ല ചർച്ച. എണ്ണം കൂടി എന്നുള്ള അഭിപ്രായക്കാരനാണ് കാരണം ഞാൻ ഈ എൻ്റെ പഴയ നിയോജകമണ്ഡലത്തിലെ പല മരണ വീടുകളും പോകുന്നവരാണ്. എവിടെ ചെല്ലുമ്പോഴും ഇന്നിവര് മരണം നടന്നാൽ ശവസംസ്കാരം എന്നാ നടത്തുക എന്ന് പറയാൻ കഴിയില്ല, കാരണം മക്കളെ വിദേശത്ത് വരണം. അപ്പൊ അങ്ങനെ വിദേശത്തേക്ക് കുട്ടികൾ പോകുമ്പോൾ അപ്പൊ ഞാൻ പല വീടുകളിൽ ചെന്ന് ചോദിക്കും, മക്കൾ എന്ത് ചെയ്യുന്നു? അവര് വിദേശത്താണ്, അവിടെ പഠിക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങളെ മക്കളെയൊക്കെ വിദേശത്ത് അയക്കുന്നതിനാ? ഇവിടെ പഠിപ്പിച്ചാൽ പോരെ, ഇവിടെ ഈ സ്റ്റാൻഡേർഡ് ഇല്ലേ? അപ്പൊ അവര് പറയും, എന്ത് ചെയ്യാനാ സാറേ, ഇവിടെ പരീക്ഷ മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ?
പരീക്ഷ നടന്നാൽ റിസൾട്ട് മര്യാദയ്ക്ക് വരുന്നുണ്ടോ? റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ സ്ഥിരം വി സിമാരുണ്ടോ? അതാണ് ഞങ്ങൾ ഇല്ലാത്ത കാശ് കടം വാങ്ങി വിദേശത്ത് അയച്ചു. പക്ഷെ ഞാൻ പറയുന്നത്, അങ്ങനെ വിദേശത്തേക്ക് അയക്കുന്ന കൂട്ടത്തിൽ പലപ്പോഴും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് അയക്കാൻ കഴിയാറില്ല. എന്താ കാരണം? അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ്. വായ്പ എടുക്കാനുള്ള സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന്റെ മൊത്തം ഗുണം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവ്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹം പാർട്ടി സ്ഥാനാർത്ഥിയുടെ നിയമസഭയിലേക്ക് മത്സരിച്ച ഒരാൾ കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ മരണം ഉണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു കാഴ്ച, ഷീറ്റ് വലിച്ചു കെട്ടിയ പൊളിഞ്ഞ ചുമരുകളുടെ വീട്ടിൽ നിന്നാണ് വീടാണ് അദ്ദേഹത്തിന്റെ വീട്, തലസ്ഥാനത്ത് തന്നെ. അപ്പൊ ഞാൻ ഓർത്തു, അവൻ ഇയാൾ ഈ വീട്ടിൽ നിന്നാണോ ദിവസേന പാർട്ടി പ്രവർത്തനത്തിന് വരുന്നത്? അപ്പൊ തലസ്ഥാനത്ത് പോലും വീടില്ലാത്തവരുണ്ട്. എന്നാൽ പദ്ധതികളിലുണ്ട്. കേന്ദ്രത്തിന് പദ്ധതിയുണ്ട്, സംസ്ഥാനത്തിന് പദ്ധതിയുണ്ട്, ലോക്കൽ ബോഡിക്ക് പദ്ധതികളുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും നല്ലൊരു വീട് പോലും ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിന്റെ സമയത്ത് അന്ന് ഈ വനിതകൾ, ഞങ്ങൾക്കന്ന് ഒരു വനിതയെ ജയിച്ചിട്ടു. അന്ന് മാനന്തവാടിയിൽ നിന്ന് PK ജയലക്ഷ്മി. ജയലക്ഷ്മി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സമൂഹത്തിലെ ഒരു അംഗമാണ്. അന്ന് ഞങ്ങൾക്ക് ആ ഒറ്റ വനിതയുള്ളതുകൊണ്ട് ആ വനിതേനെ മന്ത്രിയാക്കണം, എല്ലാവരും കൂടെ യുനാനിമസ് ആയിട്ട് തീരുമാനിച്ചു. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു, ഇപ്പോൾ ST മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രിക്ക് SC കൂടെ ചുമല കൊടുത്താൽ ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാമല്ലോ. പക്ഷെ അന്ന് ഉമ്മൻചാണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തു. നമ്മളിപ്പോ ഇവരാക്കിയത് ST എന്നുള്ള പരിഗണനയിലല്ല ആക്കിയത്. നമുക്ക് വനിതകളാരുമില്ല, വനിതകളാരും ജയിച്ചില്ല. അപ്പോൾ ജയിച്ചൊരു വനിത, ഇനി അവരുടെ ജാതി മതമൊന്നും നോക്കണ്ട, അവർ ക്യാബിനറ്റ് എടുക്കുക. പക്ഷെ SCക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്, അത് കൊടുത്തേ പറ്റും. അങ്ങനെ 2 മന്ത്രിമാരുണ്ടായി. ആദ്യമായിട്ട് SC ST മന്ത്രിമാരുണ്ടായത് അതാണ്. പക്ഷെ ഇത്തവണ പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് കാണരുത്, ഈ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു K. രാധാകൃഷ്ണൻ. ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത് പാർട്ടിയുടെ ഇഷ്ടമാണ്, ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഇരുന്ന കസാല മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത, അത് ഇതുവരെ അങ്ങനെ ഇരുന്നിട്ടില്ല. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ നമ്പർ 2 ആയിട്ടൊരു ദളിത് മന്ത്രി വന്നു. പക്ഷെ ആ മന്ത്രിയെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അദ്ദേഹം ജയിച്ചു, MLA സ്ഥാനം ഒഴിഞ്ഞു. പകരം വന്ന മന്ത്രി ST വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ST വിഭാഗത്തിൽപ്പെടുക മാത്രമല്ല, അത് ഈ കുറിച്യ സമുദായക്കാരൻ, ജയലക്ഷ്മിയും കുറിച്യ സമുദായം. ഈ കുറിച്യ സമുദായത്തിന് വ്യത്യാസം നിങ്ങൾക്കറിയോ? എനിക്കൊന്നും നിങ്ങൾക്ക് അറിയാമെന്നാണ്. അവരെ ഏറ്റവും അധികം ഈ ആദിവാസി സമൂഹത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരാണ് കുറിച്യ. അപ്പൊ അവരുടെ വീടുകളിലൊക്കെ ഇപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊരു കസാല പുറത്തിട്ട് തരാറ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അവർ കുടിക്കും. ഇപ്പോഴും അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാകും കുറിച്യ. കാരണം ഇപ്പൊ പഴശ്ശിരാജാവിന്റെ അടുത്ത ആൾക്കാരായ തലയ്ക്കൽ ചന്തുവായി വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് അവർക്ക് ഏതാണ്ട് വയനാട്ടിലൊക്കെ ഒരു ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന സ്ഥാനമാണ് കുറിച്യ വിഭാഗത്തിൽപ്പെട്ടത്. മറ്റേ കുറുമ വിഭാഗത്തിൽപ്പെട്ടവർക്കൊന്നും അങ്ങനെയല്ല, അവരൊക്കെ ഇങ്ങനെ ഏറ്റവും താഴെ തട്ടിൽ ഉള്ളവരാണ്. ഇപ്പോ ORK കേളുവിനെ മന്ത്രിയാക്കിയപ്പോ വേണമെങ്കിൽ അദ്ദേഹം മന്ത്രിയാൻ തികച്ചും യോഗ്യനാണ്. ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. 2 തവണ വയനാട് പോലത്തെ സ്ഥലത്ത് കോൺഗ്രസിനല്ല UDFിനല്ല മുൻതൂക്കമുള്ള നിയോജകമണ്ഡലത്തിൽ 2 തവണ അദ്ദേഹം ജയിച്ചു. അദ്ദേഹത്തിന്റെ കഴിവിനൊക്കെ അംഗീകരിച്ചേ മതിയാവും. പക്ഷെ അദ്ദേഹത്തിനെ ക്യാബിനറ്റിൽ എടുത്തപ്പോ SC മന്ത്രി ഉണ്ടായില്ല. ഇതിനു പുറമെ ദേവസ്വം വകുപ്പ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചില്ല. രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് ഉണ്ടായി. ദേവസ്വം വകുപ്പ് വാസവന് കൊടുത്ത് ഈ വകുപ്പ്
കേളുവിന് കൊടുത്തില്ല. അതൊക്കെ ഒരു ഡിഫക്റ്റാണ്. ഇനി വെച്ച് മന്ത്രി ഉണ്ടായതുകൊണ്ട് എല്ലാം നേടിയെന്നല്ല ഞാൻ പറഞ്ഞു. മന്ത്രി പോലും കിട്ടാത്ത വരുമ്പോഴുള്ള പ്രയാസമുണ്ട്. ഏതായാലും ഇതുവരെയുള്ള നിങ്ങളുടെ നിവേദനങ്ങളൊക്കെ എല്ലാ മുന്നണിക്കും നിങ്ങൾ കൊടുക്കുമല്ലോ. തീർച്ചയായിട്ടും UDF-നാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ ഇതുവരെയുള്ള പോരായ്മകൾ പരിശോധിച്ചു. ഞാൻ പറഞ്ഞു, അല്ലാണ്ട് ഇതിൽ ഇത്ര നടപ്പാക്കില്ല എന്നും ഞാൻ പറയുന്നില്ല. ഇതുവരെയുള്ള പോരായ്മകൾ ആദ്യം പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടാകും. ഇതിൽ മിക്ക കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് നടപ്പാക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഞാൻ അതിൻ്റെ മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ജാതി സംവരണം കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ എടുത്ത തീരുമാനം. അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ ആ കാര്യം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്ന് ആ ഘട്ടത്തിൽ BJP അതിനെ എതിർത്തു. പക്ഷെ ഇപ്പോൾ BJPയും ഈ ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് ഒരു പക്ഷേ നമുക്ക് ഒന്നുകൂടെ പരിശോധിച്ച് അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് ഒക്കെ നടപ്പാക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ നയമാണ്. അത് കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വിവാദങ്ങളില്ലാത്ത രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് UDF സർക്കാർ വരുമ്പോൾ അതിൽ നടപടി സ്വീകരിക്കും. മറ്റു ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടേ ഉള്ളൂ. വിശദമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തീരുമാനം ഉണ്ടാകും. അത് മുൻപുണ്ടായിട്ടുണ്ട്, എന്നാൽ പോരാ, അത് യാഥാർത്ഥ്യമാണ്. ഉണ്ടായ കാര്യങ്ങൾ കൊണ്ട് എല്ലാം ആയിന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഒരുപാട് പറയല്ലോ, കുറെ നേടിയെടുത്തു, ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ നേടിയെടുക്കുന്ന അതൊരു അവകാശമാണ്, അത് ഔദാര്യമല്ല. ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങളാണ്. ഇപ്പൊ നമ്മൾ പറയല്ലോ, കേന്ദ്രവുമായി ചോദിച്ച് കേന്ദ്രത്തിന്റെ ഫണ്ട് ലഭ്യമാക്കുമെന്ന് പറയുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കേന്ദ്രത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് നമ്മളെ നികുതിപ്പണം, നമ്മളെ കൃത്യമായിട്ട് നികുതി കൊടുക്കുള്ളൂ. ഇപ്പൊ ട്രെയിനിൽ തന്നെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന കേരളത്തിലെ യാത്രക്കാരാ. പക്ഷെ ആനുകൂല്യങ്ങൾ കിട്ടാൻ നമുക്ക് കിട്ടാറില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നമ്മൾ വാങ്ങുന്നതോടൊപ്പം മറ്റുള്ളവരുടെ അവകാശങ്ങൾ നൽകുന്ന കാര്യത്തിലും ഭാവിയിൽ അതിൻ്റെ നടപടികൾ ഉണ്ടാകും. നിങ്ങളുടെ ഈ നിവേദനങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ട് അത് പ്രകടന പത്രികയിൽ അക്കാര്യം സൂചിപ്പിക്കും